എനിക്ക് തോന്നിയ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാമോ? ജാൻമണിയുടെ കേസ് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. മെയിൻ ഹൈലൈറ്റ്സ് ആണ് സംസാരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിലും കമന്റ് ഇടാൻ മറക്കരുത്. കാരണം ആരും ഫുൾ വീഡിയോ കേൾക്കാതെയാണ് കമന്റ് ഇടുന്നത് എന്നുള്ളത് കമന്റിന്റെ നിലവാരം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. വിഷയമില്ല, നിങ്ങളുടെ വാരിക്കോരിയുള്ള പ്രോത്സാഹന സമയം എൻ്റെ പേജിൽ അറിഞ്ഞം പുറഞ്ഞം വിതറുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. നന്ദി. പറഞ്ഞു വരുന്നത്, നോറ നമ്മുടെ ജാൻമണിയോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയും. എന്നോട് ഒരാൾ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളത്തിലായിരിക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുക. ഗെറ്റ് ലോസ്റ്റ് എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ ഇവരെ തേർഡ് ക്ലാസ് എന്നുള്ള രീതിയിൽ ജാനുവിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. എന്നിട്ട് പല വീഡിയോസിലും ഞാൻ കണ്ടു, തുമ്മിക്കോ കുഴപ്പമില്ല, മനുഷ്യന്മാരല്ലേ തുമ്മൽ വരും, ക്യാമറമാനെ തുമ്മാൻ തോന്നിയത് തെറ്റല്ലല്ലോ, കോൾഡാണേ അതാണ്. അപ്പോൾ ടോപ്പിക്ക് വരപ്പോയി. അപ്പോൾ പല വീഡിയോയിലും ഞാൻ കണ്ടു ജാൻമണി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എടോ അങ്ങോട്ട് കയറി ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ അവരുടെ അടുത്ത് ഇത് പ്രൊവോക്കേഷൻ ഗെയിമാണ്. ആരും അതിനകത്ത് കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല. പിന്നെ അത് മാത്രമല്ല, ഇത്തവണത്തെ സീസണിൽ ഒരാളോട് ഒരു ആത്മബന്ധമില്ല. ജബ്രിക്ക് മാത്രമേ ഉള്ളൂ. ആ ബന്ധത്തിന്റെ ഡെപ്ത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഗെറ്റ് ലോസ്റ്റ് എന്നുള്ളൊരു വിളി വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തേർഡ് ക്ലാസ് എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഈ ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ ഡെപ്തിനെ പറ്റിയിട്ട് ആരും സംസാരിച്ചില്ല. ഈശ്വരായി വീഡിയോ രണ്ടാമത് ഞാൻ എടുക്കില്ല, ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ. മനുഷ്യന്മാരായ തുമ്മും കേസ് തുമ്മി കഴിഞ്ഞ ഓക്കെ. ആൻഡ് ജിൻഡോന്റെ കേസ് ഇതുപോലത്തെ ചെറ്റ എന്നുള്ള രീതിയിൽ ഗബ്രി സംസാരിച്ചു. നിന്റെ അപ്പൻ എന്ന് വിളിച്ചു. അയാളെ കയറി ചെറ്റാന്ന് വിളിക്കേണ്ട കാര്യം എന്നുള്ളത് മാന്യമാരീതിയിൽ സംസാരിക്കണം എന്നുള്ള ആലേട്ടം പറഞ്ഞിട്ടില്ലേ. കുടുംബ പ്രേക്ഷകരും പിള്ളേരടക്കം കാണുന്ന ഷോ ആണെന്ന് പറഞ്ഞപ്പോൾ ഇത്തവണ തന്തയ്ക്ക് വിളിയും ചെറ്റവിളിയും മറ്റേ എല്ലാ രീതിയിലും ജബ്രി മൊത്തം ടീം തുടങ്ങി. അപ്പൊ അങ്ങോട്ടൊരു ആക്ഷൻ വരുന്നോണ്ടാണ് ഇങ്ങോട്ടൊരു റിയാക്ഷൻ വരുന്നതെന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കണം എന്നുള്ള ഒരു കാര്യം ഞാനിവിടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വേറൊരു കേസ് ഇന്നലെ ലൈക്ക് ജിൻഡോ പറയുന്നുണ്ട്, എന്നെ അങ്ങനെ വിളിച്ചാൽ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് തുല്യമാണ്, ഞാൻ തിരിച്ചു വിളിക്കും, മാന്യമാരീതിയിൽ സംസാരിച്ചാൽ മാന്യമാരീതിയിൽ തന്നെ സംസാരിക്കുന്നു പറഞ്ഞിട്ട് അയാളെ പ്രൊവോക്ക് ചെയ്യാൻ വെറുതെ ഇവന്മാർ പോയിട്ട് ചൊറിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയെ വിളി കേൾപ്പിക്കുന്നത് കറക്റ്റല്ല. പിന്നെ വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ അങ്ങനെ വിളിച്ചു എന്ന് വെച്ചിട്ട് തന്തയ്ക്ക് വിളിക്കാമോന്ന്. ഒരു കാര്യമില്ലാതെ വെറുതെ വന്നിട്ട് ഒരാൾ ചെറ്റാന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവർക്ക് ആ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ തന്നെ വിളിക്കണം. വീട്ടിലിരിക്കുന്നവരെ വിളിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഇവിടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെ നോക്കിയാണെങ്കിലും സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും തെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ജിൻഡോന്റെ ഭാഗത്തുനിന്ന് ആ ഒരു ടോക്ക് ഇപ്പോൾ ഇന്നലെ നമ്മുടെ ജാസ്മിൻ ജബ്രിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും കയറി ഇടപെടുമല്ലോ. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, എന്താണ് മര്യാദയ്ക്കാണെങ്കിൽ സംസാരിക്കും, അല്ലെങ്കിൽ ഒരു തന്തയില്ലാത്ത തെണ്ടികളും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ജിൻഡോ തിരിച്ച് അതേ പോയിന്റിൽ തന്നെ ഒരു സാധനം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തന്തയില്ലാത്ത പെൺകുട്ടികളും അല്ലെങ്കിൽ പെണ്ണുങ്ങളും ഇവിടെ അധികം സംസാരിക്കാൻ നിൽക്കണം. കാരണം ജിൻഡോ എന്താണ് ഇങ്ങോട്ട് അടിച്ചപ്പോൾ അങ്ങോട്ട് അടിച്ചു, അത്ര തന്നെ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഇങ്ങോട്ട് അടിക്കാൻ നിന്നിട്ടല്ലേ, ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സംസാരത്തിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇന്നലെ തന്നെയാണെങ്കിലും ലൈക്ക് മറ്റേ ചൂലിന്റെ കാര്യം, അതാണ് ഏറ്റവും ഇത് ശരിയാണ്. ചൂല് ബാത്റൂമിലെ ചൂല് അവിടെ വയ്ക്കാൻ പാടില്ലാത്തതാണ്. അത് കത്തി വെജിറ്റബിൾസ് അറിയുന്ന കത്തി വെച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ തെറ്റെന്നാണ് ഞാൻ ന്യായീകരിക്കുന്നില്ല. അതാരാ ചോദിക്കുന്നേ? ചായയിൽ തുമ്മി ചപ്പാത്തിയിൽ ഇട്ട നമ്മുടെ ജാസ്മിൻ ആഴ്ചയിൽ എന്താ പറയാ ഒന്നരാടം കുളിക്കുന്ന പെർഫ്യൂം അടിച്ച് നടക്കുന്ന ജാസ്മിന് ഒരു യോഗ്യതയില്ല അവിടെ വൃത്തിയെ പറ്റി സംസാരിക്കാൻ. അതിന് ഗബ്രി ആദ്യം ജാസ്മിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവളെ ആദ്യം ദിവസം കുളിപ്പിക്കാനുള്ള ഒരു ഉപദേശം കൊടുക്കും. കുളിപ്പിക്കാനുള്ള ഉപദേശം കൊടുത്താൽ മതി. ജിൻഡോ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനെ അവിടെ ജാസ്മിനും ചോദിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. കാരണം ജാസ്മിന്റെ വൃത്തിയെ പറ്റിയിട്ടാണ് കഴിഞ്ഞ തവണ ലാലേട്ടൻ സംസാരിച്ചത്. പക്ഷെ ഗബ്രി എന്ത് ചെയ്തു, ജിൻഡോനെ ബേസ് ചെയ്തിട്ടുള്ള ഹൈജീന്റെ കാര്യമാണെന്ന് പറഞ്ഞ് സംസാരിച്ചു. അവിടെ ഇപ്പോൾ ഇവരുടെ ഒരു ഒപ്പോണന്റ് എന്ന് പറയാനായിട്ട് ജിൻഡോ തന്നെയാണ് നിൽക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ജിൻഡോ ഇപ്പൊ എല്ലാവരുടെ ഒപ്പോണന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതാൾക്ക് ഗുണം ചെയ്യുന്നുള്ള കാര്യം മറക്കുന്നില്ല. അപ്പൊ ആകെ മൊത്തം ഇതിന്റെ ഒരു ഡിസ്ക്ലെയിമർ കൺക്ലൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ട് പോയിട്ടാണ് ഇപ്പൊ ചില ആൾക്കാർ കണ്ടസ്റ്റൻസ് പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പോയി വാങ്ങിച്ചാൽ എന്നുള്ള രീതിയിൽ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. കഴിച്ച് നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവുമല്ലോ. നിങ്ങൾ വെറുതെ ഒരു കാര്യമില്ലാതെ അൺനെസസറി മറ്റു പ്രൊഫൈലിൽ പോയി കമന്റ് ഇട്ടിട്ട് നിങ്ങളും ചോദിച്ചു വാങ്ങിക്കാറില്ലേ? വാങ്ങിക്കാറുണ്ട്, എനിക്കറിയാം. കട്ട്.